ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇങ്ങനെ നാട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഇവിടെ വീഡിയോ ഒക്കെ ഇടുന്ന. കാരണം ഇതുവരെ എവിടെ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ദുബായിലായിരുന്നു, അല്ല UK-യിലായിരുന്നു. പരിപാടി കുറച്ച് പൈസ വേണമായിരുന്നു, അതിനുവേണ്ടി പോയതാണ്. ആ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വിളിക്കാൻ നിൽക്കുകയാണ്. ചുമയുണ്ട്, ചെറിയ കഫാണ്. ഓക്കെ, എന്താന്ന് പറഞ്ഞേ? അതാരാ വരുന്ന? ഫോർച്യൂണർ അല്ലേ വന്നിരിക്കുന്ന? ആരാ? എടാ നെക്സ്ട്രോ, എത്ര കാലാണ് കണ്ടിട്ട്? എടാ നീ എവിടെ പോയിരിക്കുന്നു? ഞാൻ ജോലിക്ക് പോയിട്ട് നിന്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ വന്ന്. എന്റെ താടിയൊക്കെ എങ്ങനെയുണ്ട്? ന്യൂ ലുക്ക് എങ്ങനെയുണ്ട്? എടാ നിനക്ക് ഞാനൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആ, ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഇടാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ഞാൻ വർക്ക് അമേരിക്ക പോയിന്ന് ബിസിയിലായിരുന്നു. പറഞ്ഞിട്ട്. ഞാൻ ഭയങ്കര നീ വർക്ക് ബിസിയിലായിരുന്നു. നിനക്കും നിന്നെ എന്താ മെസ്സേജ് അയച്ചിട്ട് കിട്ടാത്ത നമ്പറൊക്കെ മാറ്റിയാ? അല്ല, ഞാൻ ഭയങ്കര വർക്ക് ബിസിയിലായിരുന്നു. ഞാൻ മൊബൈൽ എടുത്തിട്ട് തന്നെ വർഷങ്ങളായി പോകും. അത്രക്കൊക്കെ വേണോ ബ്രോ? അല്ല, ഞാൻ വീഡിയോ പോലും ഇട്ടില്ല. എടാ നിന്റെ ചാനലൊക്കെ ഫുൾ ഇനാക്റ്റീവ് ആയിരുന്നല്ലോ. ആ, ഇപ്പതാ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതോ വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഓ ഓക്കെ. അപ്പോ എന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പണ്ട് ഒരു ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ എന്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ ലക്ഷ്യം നമുക്ക് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അത് റിവീൽ ചെയ്യാം. ഓക്കെ, എന്തിനാണ് ഇപ്പൊ നാട്ടിലേക്ക് ആര് കുത്തിയത്? എടാ നിനക്ക് എവിടേക്കാ പോണ്ടേ? നിന്റെ വീട്ടിലോട്ട് കൊണ്ടുവിട്ടാ മതിയോ? അല്ല അല്ല, നേരെ ഒരു ഷോറൂമിലോട്ട് കിട്ടും. ഞാൻ പറയുന്ന ഷോറൂം. എടാ ഷോറൂമിന്റെ കാര്യം ആലോചിച്ചപ്പോൾ നീ എന്തിനാ വന്നേ? ഞാൻ വന്നത് എനിക്കും അടുത്തടാ ജോലിയൊക്കെ. ഞാൻ അതുകൊണ്ട് റിസൈൻ ഞാൻ ചെയ്ത് വന്നേ, പക്ഷെ ഞാൻ റിസൈൻ ചെയ്ത് വന്നതിന്റെ പുറകെ രണ്ട് കാരണങ്ങളുണ്ട്. അതിന്റെ അകത്ത് ഒന്നാമത്തെ കാരണം ഇന്ന് തന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ റിവീൽ ചെയ്യും. നീയും അപ്പൊ പറഞ്ഞാൽ മതി. എന്താ? അത് അപ്പൊ പറയാം. നീ എന്തായാലും ഷോറൂമിലോട്ട് പോകും. എടാ ഞാൻ ഷോറൂമിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നീ മനസ്സിലാക്കി. നമുക്കൊരു ഷോറൂം ബിസിനസ് ഒക്കെ തുടങ്ങിയൊരു. ഞാൻ ഇത് അങ്ങോട്ട് എങ്ങനെ പറയുമെന്നും പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അതാണ് ആദ്യത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം ഇപ്പൊ ഷോറൂമിൽ ചെല്ലുമ്പോ മനസ്സിലാവും. നേരെ ഷോറൂമിൽ പോകും. വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യട്ടെ. ഈ ഫോർച്യൂണർ ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇറക്കിയതേ ഉള്ളൂ. ഓ, വിഷയം കേട്ടാ കൊള്ളാം. രണ്ടു നല്ല മൂന്ന് ഫോർച്യൂണർ. ദിവസമായി ഇവിടെ യാർഡ് കിടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. നൈസ് ഞാൻ ഫോർച്യൂണർ. വരുമ്പോ പിക്ക് ചെയ്യാന്ന് വിചാരിച്ച. നൈസ് ഫോർച്യൂണർ കൊള്ളാം. എടാ നീ എടുക്കണ ഒരു ഫോർച്യൂണർ ഒക്കെ ഇന്നിപ്പൊ നീ നേരെ സെറ്റാക്കാം. ഷോറൂമിൽ പോവ്. ഒരു വണ്ടി എനിക്ക് എടുക്കാനുണ്ട്. നീ പോ. ഇല്ല ഇപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ ഷോറൂം ട്രോപ്പിക്കിലെ പോകും. ഇനിയിപ്പോ ട്രോപ്പിക്കിലെ ഷോറൂം എത്തിയിട്ട് കാണാൻ. ടോപ്പിക്കിലാണോ? ട്രോപ്പിക്കിൽ എത്തിയിട്ട് ഇനിയിപ്പോ കാണാം. ഓക്കെ, നെക്സ്ട്രോ. ഇവിടൊക്കെ വന്നിട്ട്. ഓ ശരിയാ, വീഡിയോ തുടങ്ങിയേട്ടാ. പിന്നെ മിസ്റ്റേക്ക് കാരണം ഒരു കാര്യം ഞാൻ വീഡിയോ നിർത്തുന്നതിന് മുമ്പേ അങ്ങ് പറഞ്ഞായിരുന്നു. വെപ്രാളത്തിൽ ട്രോപ്പിക് അല്ല കേട്ടോ, സിറ്റി വൺ ഷോറൂമാണ്. അതെ അതെ. എന്താ നിന്റെ സംഭവം? ഷോറൂമിൽ എന്ത് വണ്ടി എടുക്കുന്നേ? വണ്ടി ഏതാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കണ്ടാ മതി, റിവീൽ അപ്പോഴേ ചെയ്യുന്നു. അതായത് നിങ്ങൾ അതപ്പൊ മനസ്സിലാക്കിയാ മതി, ഇപ്പൊ മനസ്സിലാക്കണ്ടോ? ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോടാ നിനക്ക്? ഇവിടെ മാറിയല്ലോ. അതാ, എന്നാലും തമ്പനിയിലും ഡേറ്റിലും ഒക്കെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ ഇപ്പം അത് സർപ്രൈസ് ഈ ടണലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഈ ടണലൊക്കെ പെയിന്റ് അടിച്ചു കൊണ്ട് ഞങ്ങൾ എന്ന് ഈ ടണലിന്റെ പ്രാഗും പൊട്ട ടണല് പറഞ്ഞു. നമ്മുടെ സ്ഥലം. ഓ എടാ, ഈ സ്ഥലത്തൊന്ന് മാറി. ഈ സ്ഥലത്തൊന്ന് മാറ്റി ഈ സ്ഥലം മാറി. കുറച്ച് പ്രശ്നത്തെ സ്ഥലമാണ്. നിങ്ങൾക്ക് പണ്ടത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാക്കാം. പെറ്റി അടിക്കുന്ന പോലീസ് സ്റ്റേഷൻ സ്ഥലം വിടും. സിറ്റി ഡോണറ്റ്, നമ്മുടെ ഡോണറ്റ് ഇപ്പൊ ആരുടെ കയ്യിലാണ്ടാ? ഇപ്പൊ എന്റെ തന്നെ. ഞാൻ വിറ്റില്ല. നീ കൊടുത്തില്ലേ? ഇതല്ലേ ഷോറൂം കൊടുത്തല്ലേ? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഈ ഷോറൂമാ ഇവിടെ കാണുന്ന മറ്റേ പ്രീമിയം ഷോറൂം, എപ്പോഴത്തെയും VIP ഷോറൂം. എന്ത് വണ്ടിയാന്ന് ഇനിയെങ്കിലും പറയടാ. ഇനി പറയത്തില്ല, അവിടെ ചെന്നിട്ട് നീ അറിഞ്ഞാ മതി. ഏത് ഫോർച്യൂണർ വെക്കുന്നുണ്ട് നിന്റെ ആണോ? പക്ഷെ എന്നിട്ട് അറിഞ്ഞാ മതി ബ്രോ. ഇപ്പൊ എന്തിനാ നീ അറിയുന്നേ? എന്താ വണ്ടി എടുക്കാനാണോ അതോ ബുക്ക് ചെയ്യാനാണോ വന്നിരിക്കുന്നത്? എടുക്കാൻ. അതെ, ഇതെന്റെ ഫോർച്യൂണർ ആണ്. നീ ഫോർച്യൂണർ എടുത്തോ? അതിനല്ലേടാ മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന പൈസ ഇതാക്കിട്ട്. ഓ
എടാ അപ്പൊ നീ ഇത് വെച്ച് നീ തിരിച്ചു പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ തിരിച്ചു പോകുന്നില്ല. പിന്നെ എന്തിനാ നമ്മള് ഷോറൂമിനെ കുറിച്ച് വണ്ടി ഇരുന്ന് പ്ലാൻ ചെയ്ത? നീ എന്ത് എടാ പറയുന്നു? കൊള്ളാലോ, ഞാൻ ഒന്ന് ഇരുന്ന് നോക്കട്ടെ. സസ്പെൻസ് നീ ഫുൾ സ്റ്റോക്ക് ഇരുന്ന് അല്ലേ നോക്കിയാ നീ ഓടിച്ചു സസ്പെൻഷനൊക്കെ? വിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഈ വണ്ടി പുറത്തെടുത്തിടും. ഞാൻ അപ്പോഴത്തേക്ക് പേയ്മെന്റ് സെറ്റ് ആക്കാം. നീ പോകട്ടത് നിന്റെ വണ്ടിയില്ല, അപ്പൊ ഞാൻ അല്ല, പുറത്തിട്ട്. നീ പുറത്തിട, അതാ നല്ലത്. നീ എടുത്ത് പുറത്തിട്ടു. എന്നാ ഞാൻ എന്റെ വണ്ടി മാറ്റിയിടട്ടെ. നീ എന്റെ അപ്പൊ കോട്ട് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എന്റെ കോട്ടും ഈ ഫോർച്യൂണറായിട്ട് നല്ല മാച്ച് ഉണ്ടില്ലേ? നീ എപ്പോഴും ശ്രദ്ധിച്ചു. നീ എന്തൊരു ബ്ലാക്ക് എടുക്കാൻ കാരണം? മൈ ഫേവറേറ്റ് ഫോർച്യൂണർ കളർ ഈസ് ബ്ലാക്ക്. ദാറ്റ്സ് വൈ എനിക്ക് ഇഷ്ടം ബ്ലാക്ക് ഫോർച്യൂണർ ആണ്. എനിക്ക് ബ്ലാക്കിനേക്കാളും കുറച്ചും കൂടി വൈറ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാ. എടാ നമുക്കൊരു റീൽ എടുത്താലോ അങ്ങിടുന്ന? അതെടുക്കാം. നീ എന്തായാലും ഇത് ഇപ്പൊ എടുത്ത് പുറത്തിടാ, എന്നിട്ട് റീൽ. ഞാൻ എന്തായാലും പേയ്മെന്റ് സെറ്റ് ആക്കട്ടെ. ഓ, നീ ഇന്ത്യന്നല്ലേ എക്സ്പോർട്ട് ചെയ്ത്? ഇമ്പോർട്ട് ചെയ്ത്? ഇന്ത്യ. ഫോർച്യൂണറിന്റെ റേറ്റിംഗ് പറയുക. ഇത് എങ്ങനെ ഇവര് കേറ്റിയേ? അത് അവരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. എനിക്കറിയാം. ഇത് ഞാൻ ഇറക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. കുഴപ്പമില്ല, ഇറക്കുക. അപ്പൊ ഫോർച്യൂണറിന്റെ റേറ്റിംഗ് താഴെ കമന്റ് ചെയ്യുക. നമ്മൾ ഇനി മോഡിഫിക്കേഷൻ നിങ്ങൾ ഫോർച്യൂണറിന് ഒരു ഗസ്റ്റ് താഴെ കമന്റ് ചെയ്യും, ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നു. പിന്നെന്തുവാ, ഈ ഫോർച്യൂണർ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറെ വർക്ക് ഇനി ബാക്കിയുണ്ടല്ലേ? ഏതാടാ ഡീസൽ? ഡീസലല്ലേ? ആണ്. അതാ എന്തായാലേ ഞാൻ ഈ അണ്ണനോട് പറയട്ടെ. എന്നാ പിന്നെ എത്ര രൂപയായിരുന്നു എന്ന് പറഞ്ഞ? 80 അല്ലായിരുന്നോ? 80 കൂടെ ഇല്ലായിരുന്നു. ഞാനിപ്പോ പേയ്മെന്റ് ഒക്കെ തന്നില്ല, പക്ഷെ നല്ല ഇപ്പൊ തരാം. കയ്യിലല്ല, ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ കാർഡ് ഉണ്ട്. കാർഡ് മതി. കാർഡേ പറ്റത്തുള്ളൂ. ഗൂഗിൾ പേ അത്രയും വലിയ എമൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാർഡ് പേയ്മെന്റ് കാർഡ്. ഓക്കെ, കാർഡ് ഇപ്പൊ ചെക്ക് പേയ്മെന്റ് എടുത്തോ. കാർഡ് പേയ്മെന്റ് എടുത്തോ. നമ്മൾ കാർഡ് തരുമോ? ഓക്കെ, അപ്പോ ഇനി മുതൽ നിങ്ങളുടെ ഫോർച്യൂണർ നിങ്ങളുടെ സ്വന്തം ഹാപ്പി മോട്ടറി. പേപ്പർ വർക്ക് കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങള് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഫാസ്റ്റ് ടാഗും എല്ലാം റെഡിയാ. ഓക്കെ, ശരി. ബൈ. എക്സ്ട്രാ പേയ്മെന്റ് വർക്കൊക്കെ കഴിഞ്ഞ് എന്തി കഴിഞ്ഞ ശരി. എന്നാ നീ നിന്റെ വണ്ടി മുമ്പിൽ വിട്ടോ, ഞാൻ ഡ്രോൺ ഷോട്ട് എടുക്കാം. ഓക്കെ. എടാ നിർത്തിക്കൊണ്ട് എടുത്താ പോരെ, വെറുതെ നമ്മളിങ്ങനെ ഇതാക്കി എടുക്കണം, ഓടിച്ചോണ്ട് വേണ്ട, നീ മുമ്പ് പോക്കോ, ഞാൻ ഇങ്ങനെ പുറകെ വരാം. ഞാൻ എന്നാ വണ്ടി ഒന്ന് വളക്കട്ടെ. വണ്ടിയിൽ കൈ വെച്ചപ്പോഴേ എന്തോ ഒരു കാര്യം ചെയ്യും, നമുക്ക് നിർത്തി തന്നെ എടുക്കാം. അതാ നല്ലത്. നിർത്തിയെടുക്കുന്ന നല്ലത്. ഞാൻ പറയുന്നത് ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് മുമ്പിൽ കയറി നിന്ന് നമ്മുടെ വ്യൂ ഓഫ് ആംഗിളിൽ നിന്ന് എടുക്കാം. അങ്ങനെയൊക്കെ എടുക്കാം, മനസ്സിലായ? ഓക്കെ, അപ്പൊ എടാ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്റെ ചെയ്താലും ഇനി നമുക്ക് ഫോട്ടോ എടുപ്പൊക്കെ അങ്ങോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലടാ, ഒറ്റ മിനിറ്റ്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പാർട്ട്മെന്റ് കയറിയാലോ? എന്തായാലും ഇത്ര അടുത്ത് വന്നേലും നമുക്കൊന്ന് അപ്പാർട്ട്മെന്റ് കയറിട്ടു. എന്റെ അപ്പാർട്ട്മെന്റ് ഇവിടെയാണല്ലോ നമ്മുടെ. എടാ, വണ്ടി ഒന്ന് ചളങ്ങി. ഒരു കാര്യം ചെയ്യും, ഞാൻ അപ്പാർട്ട്മെന്റിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് നീ ഇതൊന്ന് കൊണ്ട് ശരിയാക്കിട്ട് വരൂ. ശരി. നീ അവിടെ പോയിട്ട് എന്താണ് നിന്റെ ബാഗും എന്റെ ബാഗും കൂടി ഒന്ന് ഇറക്കി വെക്കേ. ഇറക്കി വെക്കാം. നീ ഇതൊന്നും കൊണ്ട് ശരിയാക്കിട്ടോ ആകൂ. അപ്പൊ ബാഗൊക്കെ കയറ്റി വെച്ചു. നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇപ്പൊ കണ്ടിട്ട് കൊറേ ദിവസമായി. നെക്സ്റ്റ് ഇപ്പൊ വരും. നെക്സ്റ്റ് വന്നാ വണ്ടി ശരിയാക്കാം. വന്ന് എടാ, ഇവിടെയൊക്കെ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടോ? അതോ തോന്നലാണോ? എടാ, ഇത് നമ്മുടെ അപ്പാർട്ട്മെന്റ് അല്ലേ, നമ്മള് മാറ്റം വരുത്തിയാലേ മാറ്റം വരും. നമ്മള് മാറ്റം ഒന്നും വരുത്തിയില്ലല്ലോ. അവര് എല്ലാ ദിവസവും വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടാ. അതിപ്പോ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും. അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ അവര് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അപ്പാർട്ട്മെന്റ് ഇപ്പൊ കേറി എന്തിനാന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്ന? എനിക്കൊരു കാര്യം നെക്സ്റ്റോട് പറയാനുണ്ട്. നെക്സ്റ്റോട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എടാ, പിന്നെ നമ്മൾ ഷോറൂമിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അതേപോലെ തന്നെ ഷോറൂമിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? ഓർമ്മയില്ല?
ഇപ്പൊ കേസ് എന്താണ് ആ കാര്യം എന്ന് ഇപ്പൊ പറയാൻ പോവാണ്. നെക്സ്ട്രോ നമ്മളൊരു ഷോറൂമിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അത് നമ്മള് പ്രാവർത്തികമാക്കാനും കൂടെയാണ് ഞാൻ വന്നത്. ഞാൻ അതപ്പൊ പറഞ്ഞല്ലോ, അതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അതിന്റെ ഒരു പ്ലാനിങ് നമുക്കപ്പൊ ഷെയർ ഇട്ടിട്ട് ഈ ഷോറൂം ബിസിനസ് അങ്ങോട്ട് നടത്തിച്ചു. അതാ ഞാനും പറഞ്ഞു വരുന്ന. എന്റെ ഒരു 50 ഉണ്ട്. നിന്റെ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്റെ ഒരു 50 ഉണ്ട്. നിന്റെ എന്റെ ഒരു 50-60 ഉണ്ടാവും. ഓക്കെ. അപ്പൊ 100 ആയി. 100 മതി. പോരെ. അതാ നമുക്ക് കൂടുതലും ഫോർച്യൂണറിന്റെ സ്റ്റോക്കിങ്ങിലാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർച്യൂണർ പിന്നെ സ്പോർട്സ് കാർസ്, അതാണ് നമ്മുടെ മെയിൻ. അപ്പൊ ഇതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനാണ് ഇപ്പൊ അപ്പാർട്ട്മെന്റിൽ കയറിയത്. മനസ്സിലായി? അപ്പൊ നമുക്ക് ഈ വീട് ഇവിടെ എൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ഞങ്ങൾ റീൽ എടുക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് നീ എന്തായാലും വീട്ടിൽ പോയി മാക്സിമം ഞാൻ എന്തായാലും വീട്ടിൽ പോയി മാക്സിമം PC-യിൽ റെന്റിന്റെ ഇതൊക്കെ അന്വേഷിക്കാം. നീ നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിക്കാം. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോയിൽ പറ്റുവാണെങ്കിൽ നമ്മൾ ഒരു ഷോറൂം വാങ്ങുന്നതായിരിക്കും. That's all. It's me, your Extra signing off.